ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ട്രെൻഡിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ക്രിക്കറ്റർ സ്മൃതി മന്ദാനയും സംഗീത സംവിധായകൻ പലാഷും തമ്മിലുള്ള വിവാഹം. അത് റദ്ദായതാണോ, മാറ്റിവെച്ചതാണോ? ഇതിനെക്കുറിച്ചുള്ള റൂമേഴ്സും റിപ്പോർട്ടുകളും എന്താണ് പറയുന്നത്? എല്ലാം നമുക്കിപ്പോൾ അറിയാം. 29 വയസ്സുകാരി ഇന്ത്യൻ ക്രിക്കറ്ററായ സ്മൃതി മന്ദാനയും 30 വയസ്സുള്ള മ്യൂസിക് ഡയറക്ടറായ പലാഷും വിവാഹിതരാകേണ്ടിയിരുന്നത് 2025 നവംബർ മാസം 23-നായിരുന്നു. പ്രീ വെഡിംഗ് റിച്വൽസ്, സംഗീതം, ചടങ്ങുകൾ എല്ലാം നടന്നതിന് ശേഷം അപ്രതീക്ഷിതമായ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. വിവാഹം റദ്ദായി, പോസ്റ്റ്പോൺ ചെയ്തു, നടക്കില്ല, ഇങ്ങനെ നിരവധി വാർത്തകൾ. ആദ്യം ഇത് പുറത്തു വന്നതിന്റെ കാരണം വിവാഹവേദിയിൽ സ്മൃതിയുടെ അച്ഛന്റെ ആരോഗ്യനില മോശമായതിനാൽ അദ്ദേഹത്തെ അത്യാഹിതമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ചില റിപ്പോർട്ടിൽ പറയുന്നത് പലാഷിനെയും ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തുവെന്നും പറയും. ഫാൻസിനൊക്കെ തോന്നിയത് ഇതുകൊണ്ടാകാം ഒരു പക്ഷേ വിവാഹം മാറ്റിവെച്ചത് എന്ന്. പക്ഷെ കഥ ഇതോടെ തീർന്നില്ല. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വനിത പോസ്റ്റ് ചെയ്ത ചില ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ വൈറലായി. മേരി ടിക്കോസ്റ്റഗർ എന്ന പേജിലാണ് ഇത് ഷെയർ ചെയ്തത്. അവിടെ കാണിക്കുന്നതനുസരിച്ച് പലാഷ് അവരോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു കംഫർട്ടബിൾ ഫ്രണ്ട്ഷിപ്പിനേക്കാളും അധികം പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിലെ ആളുകൾ അഭിപ്രായപ്പെട്ടു. ആ ചാറ്റിലൂടെ പലാഷ് അവളോട് ചോദിക്കുകയാണ്, ഹോട്ടലിലേക്ക് സ്വിമ്മിങ്ങിന് പോകാമോ എന്ന്. അതിനവൾ തിരിച്ചു ചോദിച്ചു, നീ ഡേറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന്. ഇതിന് പലാഷിന്റെ മറുപടി, അതുകൊണ്ടെന്തേ നമുക്ക് സ്വിമ്മിങ്ങിന് പോയിക്കൂടെ എന്ന്. ഇപ്പോൾ അവൾ വല്ലാത്ത ആശങ്കയിൽ വീണ്ടും ചോദിച്ചു, എല്ലാവർക്കും നിന്നെ അറിയാം, കണ്ടാൽ അതൊക്കെ വലിയ പ്രശ്നമായി മാറും എന്ന്. ഇതിനവൻ പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ അസിസ്റ്റന്റിനെയും കൂടെ വിളിക്കാം, നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പാണെന്ന് കരുതും, ഒട്ടും വിഷമിക്കേണ്ട ആവശ്യം ഇല്ല എന്ന്. സ്മൃതി അടുത്തിടെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണ്, 3-5 മാസത്തിൽ ഒരിക്കലാണ് കണ്ടത്. ടൂറൊക്കെ പോകാറുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ 2 വർഷം എനിക്കും വളരെ ഹെക്ടിക് ആയിരുന്നു, 3 സിനിമകൾ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ആ ചാറ്റ് തുടർന്നു പോയത്. ഈ സ്ക്രീൻഷോട്ടുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഭാഗം ആ പെൺകുട്ടി ചോദിച്ചു, നീ അവളെ സ്നേഹിക്കുന്നില്ലേ എന്ന്. ഇതിന് പലാഷ് വളരെ ലളിതമായി അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ആ ചാറ്റ് അനുസരിച്ച് അവന്റെ മറുപടി, ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, നീ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഇത് വളരെ ഓഡ് ബിഹേവിയർ ആണ് എന്ന ചർച്ചകൾ ശക്തമായി. ഈ സ്ക്രീൻഷോട്ടുകൾ ശരിയാണെങ്കിൽ അടുത്തടുത്ത് വരുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? ലോകമെമ്പാടുമുള്ള ആരാധകരിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം, ഇത്ര വർഷമായി ഒരു സീരിയസ് റിലേഷൻഷിപ്പിലുള്ള ഒരാൾ, അയാൾക്ക് എങ്ങനെയാണ് മറ്റൊരു ഹോട്ടലിലേക്ക് ഒരു പെൺകുട്ടിയെ കാണാൻ വിളിച്ചത്? എന്തിന് താനൊരു റിലേഷൻഷിപ്പിലാണെന്ന കാര്യം മറച്ചു വെക്കണം? എന്തിന് തൻ്റെ അസിസ്റ്റന്റിനെയും കൂട്ടിക്കൊള്ളാം എന്ന പോലുള്ള ഒരു കവർ സ്റ്റോറീസ് ഒക്കെ പറയണം? ഇവയെല്ലാം വലിയ സംശയങ്ങളാണ് സൃഷ്ടിച്ചത്. ഇതെല്ലാം വൈറലായതോടെ ചില സ്ത്രീകൾ കമന്റ് സെക്ഷനിൽ തങ്ങളുടെ അനുഭവങ്ങളും പങ്കുവച്ചു. അവരുടെ ആരോപണം അനുസരിച്ച് ഈ പലാഷ് മുംബൈയിൽ തങ്ങളോടും ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്, അതും സ്മൃതിയുമായി ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ. വീണ്ടും പറയാം, ഇവയൊക്കെ അവരുടെ അവകാശവാദങ്ങൾ മാത്രമാണ്, സ്ഥിരീകരിച്ച വിവരങ്ങളല്ല. ഈ ചാറ്റ് പോസ്റ്റ് ചെയ്ത പെൺകുട്ടികളുടെ വിശദീകരണം അനുസരിച്ച് അതേ പെൺകുട്ടി തന്നെ പിന്നീട് പറഞ്ഞത് താൻ പലാഷിനെ കാണാൻ പോയിട്ടില്ല, ഓൺലൈനിൽ ചില മെസ്സേജുകൾ മാത്രമാണ് വന്നത് എന്ന്. അതായത് വാസ്തവത്തിൽ ഇരുവരും തമ്മിൽ ഇനിയും കൂടുതലായ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ ചാറ്റിലെ മുഖ്യ ടോണിൽ പലാഷ് നിരന്തരം മീറ്റ് ചെയ്യാൻ അവളെ ഇൻസിസ്റ്റ് ചെയ്യുന്നതായി തോന്നിയിരുന്നു. ഇങ്ങനെ ഈ റൂമേഴ്സ് എല്ലാം കൂടുതൽ തീപിടിക്കാൻ തുടങ്ങി. വിവാഹം താമസിച്ചതിന് പിന്നാലെ ഒരു സ്പോർട്സ് ജേർണലിസ്റ്റിന്റെ മറ്റൊരു അവകാശവാദം കൂടെ വന്നു. പലാഷ് സ്മൃതിയെ ചീറ്റ് ചെയ്തു. വിവാഹത്തിന് ഒരു രാത്രി മുൻപ് തന്നെ സ്മൃതിക്ക് ഇത് അറിയാൻ കഴിഞ്ഞുവെന്ന്. അവർ പറയുന്നതനുസരിച്ച് ഈ ഇൻവോൾവ്മെന്റ് ഒരു കൊറിയോഗ്രാഫറുമായിട്ടാണ്. ഇതെല്ലാം റൂമേഴ്സ് ആയിരുന്നിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമുണ്ടാക്കി. സാധാരണ ഇങ്ങനെയുള്ള റൂമേഴ്സ് ഒക്കെ വന്നാൽ ചെയ്യുന്നത് ഇതൊക്കെ വെറും പുകച്ചിലാണ്, മാറിക്കൊള്ളുമെന്ന്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിപ്പിച്ചൊരു കാര്യമായിരുന്നു. അത് സ്മൃതിയുടെ പ്രതികരണമായിരുന്നു. റൂമേഴ്സ് പുറത്തു വന്നതിന് പിന്നാലെ സ്മൃതി മന്ദാനയുടെ സോഷ്യൽ മീഡിയ ആക്ഷനുകൾ എല്ലാം വളരെ ശക്തമായിരുന്നു. പലാഷുമായുള്ള എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്തു. വെഡ്ഡിംഗ് ഫംഗ്ഷൻസ് ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്തു. വിവാഹം വെറും അച്ഛന്റെ ആരോഗ്യ പ്രശ്നം കാരണമായി പോസ്റ്റ്പോൺ ചെയ്തതാണെങ്കിൽ എന്തിന് പലാഷിനെ പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യണം? എന്തിന് ഈ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം? എന്തിന് ആവേശത്തോടെ ഷെയർ ചെയ്തിരുന്ന വിവാഹ ദൃശ്യങ്ങളെല്ലാം ഒളിപ്പിക്കണം? ഇതാണ് ആരാധകരെ എല്ലാം ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു കാര്യം. സ്മൃതിയുടെ സർക്കിൾ പോലും പിന്നീട് മാറ്റം കാണിച്ചു. അതായത് അവരുടെ സുഹൃത്തുക്കളും പലാഷിനെ അൺഫോളോ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഈ കഥയെ വെറും റൂമർ എന്നതിൽ നിന്ന് ഒരു സീരിയസ് ആയി കാണാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. ഈ സ്ക്രീൻഷോട്ടുകളും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വിവാഹം മാറ്റിവെച്ചതും എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ചാറ്റിംഗ്, തെറ്റിദ്ധാരണ, ബ്രേക്കപ്പ്, ഇങ്ങനെ നിരവധി റൂമേഴ്സ് പടർന്നു.
പക്ഷെ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സ്മൃതി മന്ദാനയോ പലാശോ ഇതിനെക്കുറിച്ചൊന്നും ഔദ്യോഗിക ഒരു പ്രസ്താവന നൽകിയിട്ടുമില്ല. കൂടാതെ സ്മൃതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് രാധ യാദവ്. വിവാഹം മാറ്റിയെന്ന വാർത്ത പുറത്തു വന്നതോടെ ആദ്യം തന്നെ പലാഷിനെ അൺഫോളോ ചെയ്തത് അവരാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്മൃതി പലാഷ് എൻഗേജ്മെന്റ് റീലിന്റെ ഷൂട്ടിൽ രാധയുണ്ടായിരുന്നു. അവൾ അവരുടെ ഈ ബന്ധത്തെ മുഴുവൻ സൗഹൃദത്തോടെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അത്തരക്കാരി ഒരു നിമിഷത്തിൽ അൺഫോളോ ചെയ്യുന്നത് ഫാൻസിന് വളരെ സ്പഷ്ടമായൊരു മറുപടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ആയിരുന്നു. അവരുടെ ഗ്രൂപ്പിനുള്ളിൽ എന്തോ സീരിയസ് കാര്യം സംഭവിച്ചിരിക്കാം എന്ന്. സാധാരണ ഒരു ആരോഗ്യമുള്ള ബന്ധം അല്ലെങ്കിൽ വെറും പോസ്റ്റ്പോൺ ആയ ഒരു വിവാഹമായിരുന്നെങ്കിൽ കൂട്ടുകാർ അൺഫോളോ ചെയ്യുക, വിവാഹ ഫോട്ടോ എല്ലാം ഇല്ലാതാക്കുക, പ്രീ വെഡിങ് ക്ലിപ്പുകൾ മറയ്ക്കാൻ ഇതൊന്നിനും കാരണമുണ്ടാവുകയില്ല. അപ്പോൾ ഇവർക്കിടയിൽ ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്ന വിശ്വാസം ആളുകൾക്കിടയിൽ ശക്തമായി. ഇതിന് പിന്നാലെ പലാഷിന്റെ സഹോദരിയും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സ്മൃതിയുടെ അച്ഛൻ്റെതായ ആരോഗ്യം മുഴുവൻ കുടുംബത്തെയും ബാധിച്ചിട്ടുണ്ട്, അതിനാൽ വിവാഹം ഹോൾഡിലാണ്, ദയവായി പ്രൈവസി മാനിക്കണം എന്ന്. ഇതൊരു സെൻസിറ്റീവ് ഫാമിലി സാഹചര്യമാണ് എന്ന നിലപാട് അവർ വ്യക്തമാക്കി. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു വൈരുദ്ധ്യമുണ്ട്. ഒരു ഭാഗത്ത് സഹോദരി വിവാഹം മാറ്റിയത് ശുദ്ധമായ ഫാമിലി കാരണം എന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ ചാറ്റ് ലീക്ക്, കൊറിയോഗ്രാഫറുമായുള്ള ബന്ധം, റൂമേഴ്സ്, സ്മൃതി പലാഷ് ഫോട്ടോസ് ഇല്ലാതാക്കൽ, അൺഫോളോ ചെയ്യുക, ഇവയെല്ലാം ഒരുമിച്ച് പുറത്തു വരുമ്പോൾ ഇവയെക്കുറിച്ച് ഒരു പ്രതികരണം പോലും പലാഷിന്റെ കുടുംബത്തിൽ നിന്നും വന്നില്ല. ഇതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കൂടുതൽ സംശയിക്കുന്നത്. പലാഷിന്റെ അമ്മ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, വിവാഹം മാറ്റിവെക്കണമെന്ന് ആദ്യം പറഞ്ഞത് പലാഷാണ്. അദ്ദേഹം സ്മൃതിയുടെ അച്ഛനുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഫംഗ്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് പലാഷിന്റെ കുടുംബത്തിന്റെ ഔദ്യോഗിക നിലപാട്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് പിന്നാലെ ആരാധകരെ കുഴയ്ക്കൊരു വലിയ ചോദ്യമുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ മനസ്സിൽ വന്ന അടിസ്ഥാനപരമായ ഒരു സംശയം, പലാഷ് സ്മൃതിയോടൊപ്പം ഉണ്ടായിരിക്കേണ്ട ഈ സമയത്ത് അയാൾ അവിടെ ഇല്ല, മുംബൈയിലേക്ക് തിരിച്ചു പോയത് എന്തിന്? സ്മൃതിയുടെ അച്ഛൻ ആശുപത്രിയിലാണ്, അച്ഛനുമായി അത്ര അടുപ്പമുള്ള ഒരു വ്യക്തി, മകളായ സ്മൃതിക്ക് അത്രയേറെ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു സമയം, പ്രീ വെഡിങ് ചടങ്ങുകൾക്ക് ശേഷം വിവാഹം നടത്താൻ വെറും ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ അത് അവസാനിച്ചു. അപ്പോൾ ഒരു നല്ല ഫിയാൻസി എന്ന നിലയിൽ ആ കുടുംബത്തിന്റെ ഭാഗമാകേണ്ടയാളാണ് പലാഷ്. പക്ഷേ അയാൾ ഇപ്പോൾ അവിടെ ഇല്ല. ഇത് തന്നെയാണ് ഫാൻസിന് വലിയൊരു റെഡ് ഫ്ലാഗായി തോന്നിയതും. അതുപോലെ തന്നെ വിവാഹം റദ്ദായ കാര്യത്തെ സംബന്ധിച്ച് പലാഷിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒട്ടേറെ സ്റ്റേറ്റ്മെന്റ്സ് പുറത്തു വരുന്നു. അച്ഛൻ്റെ ഹെൽത്ത് പ്രശ്നം, വിവാഹം ഹോൾഡിലാണ്, പ്രൈവസി മാനിക്കണം എന്നിങ്ങനെ അവർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ ലീക്ക്ഡ് ചാറ്റ്സ്, കൊറിയോഗ്രാഫർ റൂമേഴ്സ്, ഓൺലൈൻ പൊട്ടിത്തെറികൾ, ഇതിനെക്കുറിച്ച് ഒരു വരി പോലും അവരുടെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇതാണ് ആളുകളെ കൂടുതൽ സംശയിപ്പിക്കുന്നത്. ഇതൊന്നും സത്യമല്ലെങ്കിൽ ഒരു ലളിതമായ സ്റ്റോറി പോസ്റ്റ് അവർക്ക് ചെയ്താൽ മതിയല്ലോ. അതാണ് ആരാധകരുടെയും ചോദ്യം. ഇവിടെ പലാഷിന്റെ വീട്ടുകാർ തുടർച്ചയായി സംസാരിക്കുമ്പോൾ സ്മൃതിയുടെ കുടുംബം പൂർണ്ണ മൗനമാണ്. ഒന്നും പറയുന്നില്ല, ഒന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ വലിയൊരു സന്ദേശം തന്നെ നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഇവരുടെ ലവ് സ്റ്റോറി 2019 തുടങ്ങി 7 വർഷമായി. ഇത്തരത്തിലുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ഈ പലാഷ് ചാറ്റിൽ പറയുന്നു എന്ന് പറയപ്പെടുന്ന പ്രസ്താവനകൾ, ലോങ് റിലേഷൻഷിപ്പാണ്, ഞങ്ങൾ ഒന്നിക്കുമോ എന്ന് ഉറപ്പില്ല, ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലും ക്ലാരിറ്റി ഇല്ല, ഇവയെല്ലാം ഫാൻസിന് അത്യന്തം തെറ്റായി തോന്നിയ വാക്കുകളാണ്. കാരണം എന്തെന്നാൽ ഇത്രയും വർഷത്തെ സീരിയസ് ബന്ധത്തിൽ ബേസിക് ഇമോഷനുകളെ പോലും അനിശ്ചിതത്വത്തിൽ കാണിക്കുന്ന ലൈനുകൾ ലോജിക്കായി പൊരുത്തപ്പെടുന്നില്ല. ഈ ചീറ്റിംഗ് സംബന്ധമായ കണ്ടന്റ്സ് എല്ലാം പുറത്തെത്തിയതോടെ പലാഷിന്റെ പോസ്റ്റുകളുടെ കമന്റ് സെക്ഷൻസ് ഒക്കെ പൂർണ്ണമായും എക്സ്പ്ലോസീവായി. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. ഇതൊക്കെ സത്യമാണെങ്കിൽ നിനക്ക് ലജ്ജയില്ലേ? സ്മൃതി മന്ദാനെ ചീറ്റ് ചെയ്യാൻ നിനക്ക് എന്താണ് ധൈര്യം? ബ്രോ, നിനക്ക് പോകേണ്ടത് സ്വിമ്മിങ്ങിനല്ലേ? അവളുടെ അച്ഛൻ്റെ ഹെൽത്ത് കാരണമല്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അവൾ എത്ര സന്തോഷവതിയായിരുന്നു, ഇപ്പോൾ ഇത് വലിയ ദുഃഖകരമായി മാറി. ഇതിലും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ പലതവണ അവനെ മറ്റ് പെൺകുട്ടികളോടൊപ്പം കണ്ടിട്ടുണ്ട്. ഇത് വ്യക്തിപരമായ ഒരു പ്രൊഫൈലിൽ നിന്നും വന്നൊരു മെസ്സേജ് ആയിരുന്നു. ഏതാനും പേർ പറയുന്നത് ചാറ്റ് കണ്ടപ്പോൾ വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല, ഇതൊരു ഫ്രണ്ട്ലി സംഭാഷണം പോലെ തോന്നുന്നു എന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, അവൻ ആരെ കാണാൻ വിളിച്ചു, എന്തിന് വിളിച്ചു, എത്ര ഇൻസിസ്റ്റ് ചെയ്തു. ആ പെൺകുട്ടി കാണാൻ പോയിട്ടില്ല. പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നമുക്ക് പറയാനും കഴിയില്ല. പക്ഷേ സ്ക്രീൻഷോട്ടുകളുടെ ടോണുകളൊക്കെ നോക്കുമ്പോൾ ഫ്ലേർട്ട് വൈബ് വളരെ സ്പഷ്ടമായിരുന്നു. ചില മെസ്സേജുകൾ അത്രത്തോളം ഡീപ്പായിരുന്നു. ഇതൊരു കാഷ്വൽ ഫ്രണ്ട്ഷിപ്പ് പോലെ അല്ല എന്നാണ് പലർക്കും തോന്നിയത്. ഇവയിലെല്ലാം സ്മൃതിയെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സ് ആണ് കൂടുതൽ.
അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് കീഴിൽ സപ്പോർട്ട് ചെയ്ത് 100 കണക്കിന് കമന്റുകളാണ് വരുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ സത്യം മനസ്സിലായി, നന്നായി, നീ നിന്നെ തന്നെ രക്ഷിച്ചു, ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യ്, ഇനി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇപ്പോൾ ഇവയെല്ലാം അടിസ്ഥാനമാക്കി ആരെയെങ്കിലും കുറ്റം പറയാനോ ഒരു ബന്ധത്തെക്കുറിച്ച് നിർണായക വിധി പറയാനോ നമുക്കാകില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സിഗ്നൽസ് ഒക്കെ ഉപയോഗിച്ച് പലരും പല കഥകൾ പണിയുകയാണ്. അൺഫോളോ പോസ്റ്റുകൾ, മൗനം പാലിക്കൽ, മറുവശത്ത് ഒരു കുടുംബത്തിന്റെ ആക്റ്റീവ് പ്രതികരണം. ഇവയെല്ലാം ദൂരെ നിന്ന് കാഴ്ചക്കാർ നോക്കുമ്പോൾ ഒരു സ്റ്റോറി ലൈക്ക് ഫീൽ തോന്നാം. പക്ഷേ ഇവയെല്ലാം നിഗമനങ്ങൾ മാത്രമാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ബന്ധം വ്യക്തികളുടേതാണ്. അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പുറത്തുനിന്ന് അറിയാവുന്നത് വളരെ പരിമിതമായിരിക്കും. മീഡിയ ആക്ടിവിറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച് എന്തും അസ്യൂം ചെയ്യുന്നത് വളരെ തെറ്റായിരിക്കും. ചാറ്റ് ആയിക്കോട്ടെ, ലീക്ക് ആയതായിക്കോട്ടെ, അത് അവരുടേതാണെന്ന് സ്ഥിരീകരിക്കാത്തിടത്തോളം അവരെ നമുക്കൊരിക്കലും പ്രശ്നക്കാരനായി വിളിക്കാനും കഴിയില്ല. പിന്നെ ഈ ചാറ്റുകൾ ഔട്ട് ഓഫ് കണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആയിരിക്കാം, ഫ്രണ്ട്ലി ബാൻഡറും ആയിരിക്കാം. വസ്തുത നമുക്കൊരിക്കലും വ്യക്തവുമല്ല. സ്മൃതിയുടെ കുടുംബത്തിന്റെ മൗനത്തെ നമുക്കൊരിക്കലും കുറ്റസമ്മതമായി കണക്കാക്കാനും കഴിയില്ല. സാധാരണ പബ്ലിക് ഫിഗേഴ്സ്, ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അനാവശ്യ ഡ്രാമ ഒഴിവാക്കാനൊക്കെ, മാനസിക സമാധാനത്തിന്, സ്വകാര്യത നിലനിർത്താനൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പലാശിന്റെ കുടുംബം സംസാരിക്കുന്നു എന്ന ഒറ്റ റീസൺ കൊണ്ട് നറേറ്റീവ് സെറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഒരു കുടുംബം സംസാരിക്കുന്നു, ഒരു കുടുംബം മിണ്ടാതിരിക്കുന്നു. ബോത്ത് ആർ നോർമൽ. സാധാരണ ഏത് വലിയ പബ്ലിക് ബ്രേക്കപ്പിനും സോഷ്യൽ മീഡിയയിൽ സെയിം പാറ്റേൺ സംഭവിക്കാറുണ്ട്. അൺഫോളോ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ആർക്യൂ പിക്സ് ചെയ്യുക, ക്രിപ്പിക് സ്റ്റോറീസ് ചെയ്യുക, റൂമേഴ്സ്, ഓവർ അനാലിസിസ്. ഇതൊക്കെ ഒരു ടെംപ്ലേറ്റ് പോലെയാണ്. ഇതിൽ യഥാർത്ഥം എന്തെന്ന് സ്മൃതിയുടെയും പലാശിന്റെയും കുടുംബത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ കാഴ്ചക്കാർ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് നല്ലതല്ല. നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലെ സിഗ്നൽസ് മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ കാരണം തീരുമാനിക്കാനും ആകില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്ന് അവർ വ്യക്തമായി പറയുന്നത് വരെയും എല്ലാം സ്പെക്കുലേഷൻസ് മാത്രമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും പ്രശ്നം? ഒരു ആരാധകൻ എന്ന നിലയിൽ നിങ്ങൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.